കഥകളി ആദ്യം നമ്മൾ ഈ കഥകൾ മനസ്സിലാക്കണം. പുരാണങ്ങളൊക്കെ വായിച്ച് അതിലെ കഥകളാണല്ലോ കഥകളിയായിട്ട് വരുന്നത്. അപ്പോൾ ആ കഥകൾ നമുക്ക് മനസ്സിലാവണം. പിന്നെ ഈ മുദ്രകൾ നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നുള്ള അറിവാണ്. പ്രത്യേകിച്ച് എൻ്റെ അച്ഛനൊക്കെ മുദ്രകളൊക്കെ അറിയായിരുന്നു. അച്ഛൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ അവർ കാണിക്കുന്ന ഇന്നതാണ് എന്ന് പറഞ്ഞു തരും. അപ്പം അങ്ങനെ കണ്ട് നമുക്ക് അതെ കലാമണ്ഡലം കൃഷ്ണൻ നായർ, മാങ്കുളം വിഷ്ണു നമ്പൂതിരി, അങ്ങനെയുള്ള വലിയ രാമൻകുട്ടി നായർ, അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരുടെ കഥകളികൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ ലവണാസുരവധത്തിൽ ഈ ലവകുശന്മാർ ഹനുമാനെ അവർ കാട്ടിലേക്ക് വിട്ടല്ലോ ഒരു സീതയും പിള്ളേരെയും. അപ്പോൾ ലവകുശന്മാർ ഹനുമാനെ പിടിച്ചു കെട്ടി സീതയുടെ കാൽക്കീഴിൽ കൊണ്ടിടും. ലവകുശന്മാർക്കറിയില്ല ഇതാരാണെന്ന്, പക്ഷെ ഹനുമാനറിയാം ഇത് രാമൻ്റെ മക്കളാണെന്ന്. അപ്പോൾ ഈ സീതയുടെ മുമ്പിൽ തലകുനിച്ച് കിടന്നുകൊണ്ട്, അപ്പോൾ സീതയ്ക്ക് മനസ്സിലായി ഹനുമാനാണെന്ന്. അപ്പോൾ തലകുനിച്ച് കിടന്നുകൊണ്ട് സുഖമോ ദേവി എന്നൊരു പദമുണ്ട്. അത് നമുക്ക് ശരിക്കും വളരെ മനസ്സിൽ തട്ടുന്നൊരു സീനാണത്. അവർക്ക് തമ്മിലറിയാം, സീതയ്ക്കും ഹനുമാനും തമ്മിൽ.